അപ്പോൾ പത്തനംതിട്ട അടൂരിൽ 66 വയസ്സുള്ള തങ്കപ്പച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു വയോധികനെ സ്വന്തം ഇളയ മകനും മരുമകളും ചേർന്ന് ദാരുണമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയും ഈ മൃഗവും അതുപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യന് വിവേകബുദ്ധി ഉണ്ട് അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ട് എന്ന് പറയും. അത് മൃഗങ്ങൾക്കില്ല. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ചിരിക്കാനും അതുപോലെ തന്നെ മറക്കാനും ഓർമ്മിക്കാനൊക്കെ ഒരു കഴിവ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ മൃഗവും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത രീതിയിലേക്കാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ അഫാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ കണ്ടു 5 കൊലപാതകങ്ങളാണ് ചെയ്തത്. അതുപോലെ തന്നെ ചില ആൾക്കാർ മാതാവിനെ വധിക്കുന്നു, സ്വന്തം ഭാര്യയെ വധിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഈ അടുത്തിടെ കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇതും. സ്വന്തം ഇളയ മകൻ അച്ഛൻ വീട്ടിലേക്ക് വന്നതിന് പൈപ്പും അതുപോലെ തന്നെ മരുമകൾ വടിയൊക്കെയുമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മരുമകളും അതുപോലെ തന്നെ ഇളയ മകനും കൂടി ആ തങ്കപ്പച്ചേട്ടനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഒരുപാട് സങ്കടകരമായ ഒരു വീഡിയോ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സ്വന്തം അച്ഛൻ വീട്ടിലേക്ക് വന്നതിന് ഇഷ്ടപ്പെടാത്ത ചെറിയ മകനും അതുപോലെ തന്നെ ഭാര്യ സൗമ്യയും, മകൻ്റെ പേര് സിജു എന്നാണ്, ഭാര്യയുടെ പേര് സൗമ്യ എന്നാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് അച്ഛനെ ആക്രമിക്കുന്നത്. അത് മകൻ ഒരു പൈപ്പിൻ്റെ കഷ്ണം കൊണ്ടാണ് അച്ഛനെ അടിക്കുന്നതെങ്കിൽ മരുമകൾ വലിയ ഒരു വടിയെടുത്തിട്ടാണ് ആ അച്ഛനെ അടിച്ച് വീഴ്ത്തുന്നത്. ആ വീണെടുത്ത് നിന്നും നിർത്തുന്നില്ല, വീണ്ടും തുരതുരയെ അടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വളരെ സങ്കടം തോന്നി. നമ്മളെ പോറ്റി വലുതാക്കി നമ്മളോട് അത്രയും എത്തുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിച്ച അച്ഛൻ, ഏകദേശം 66 വയസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഇനി അച്ഛൻ എന്തെങ്കിലും തെറ്റ് തന്നെ ചെയ്തു എന്ന് വിചാരിക്കുക, നമുക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് വിട്ടാൽ പോരെ. എന്തിനാണ് ഇത്രയും മൃഗീയമായ രീതിയിൽ സ്വന്തം അച്ഛനെ എങ്ങനെയൊക്കെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരു ലോകത്തിലും അല്ലെങ്കിൽ ഒരു മതത്തിലും ഒരു ജാതിയിലും പെട്ട ആർക്കും ചേരുന്ന ഒരു പരിപാടിയല്ല. തീർച്ചയായിട്ടും ഇതൊന്നും പുറത്തു കൊടുക്കാൻ ഒരു അച്ഛനല്ലാതെ മറ്റാർക്കും സാധിക്കുകയുമില്ല. ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ ഏതായാലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചിത്രങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് ഒരു പരാതി വരുന്നതിന് മുന്നേ തന്നെ സംയോജിതമായ രീതിയിൽ നമ്മുടെ പോലീസ് ഇടപെട്ടു എന്നുള്ളത് വളരെ സാഹുതാർഹമായ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ പോലീസ് ഇപ്പോൾ ചില കാര്യങ്ങളിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ സിജുവിനെയും അതുപോലെ ഭാര്യ സൗമ്യക്കെതിരെയും കേസെടുത്ത് ഇപ്പോൾ അവർ കസ്റ്റഡിയിലാണ്. വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. നല്ല കാര്യം തന്നെ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യണം. എന്നാൽ ഇതൊന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങളിൽ കാണേണ്ടത് എന്ന് പറഞ്ഞത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛനെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോയിൽ അച്ഛൻ പറയുന്നത് എന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം അച്ഛൻ പറയുകയാണ്, എനിക്ക് പരാതിയൊന്നുമില്ല, അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്തൊരു കേസാണ്, ആരോ എടുത്ത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളഞ്ഞതാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. കേൾക്കാം. പിടിച്ചിട്ടൊന്നുമില്ല, ആളിവിടെ ഇല്ല, പോലീസുകാർ ഇവിടെ വന്നു, അത് പരാതിയൊന്നും ഇല്ലെന്നും പറഞ്ഞ് പോയി തീർത്ത സംഗതിയാ. അത് പിന്നെ ആരോ എടുത്തോണ്ട് പോയി കൊണ്ടിട്ടതാ. ഇതിപ്പം നടന്നിട്ട് 20 തീയതി ഞാൻ വീട്ടിൽ നിന്ന് മാറിയാ താമസിക്കുന്നു. അവർക്ക് നമ്മൾ വീട്ടിൽ ചെല്ലുന്ന ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ മോനെ ചെന്ന് വിളിച്ചപ്പോ അവിടെ കയറില്ലെന്നാ നേരത്തെ പറഞ്ഞേക്കുന്നത്. എന്തിനാ അവിടെ കയറിയൊന്നും പറഞ്ഞുള്ളവരൊക്കെ, അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ലോ. അത് തീർന്നതാണ്. പോലീസിൽ കൊണ്ടുവന്നത് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും രമ്യതയാക്കി വിട്ടു. അത് കഴിഞ്ഞിരുന്ന കയ്യിലിരുന്നവരാരും ഇട്ടതായത്. അപ്പോൾ അച്ഛൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വീടുണ്ടാക്കിയിട്ടാണ് താമസിക്കുന്നത്, അവിടെ പോകുന്നത് മകന് ഇഷ്ടമില്ല, ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ടാണ് അവൻ എന്നെ തല്ലിയത്, എനിക്കത് പരാതിയില്ല, അത് പറഞ്ഞ് തീർത്ത കേസാണ്, പിന്നെ അയൽവാസിയായ ആരോ വീഡിയോ പിടിച്ചിട്ട് ഇപ്പോൾ എടുത്തിട്ടതാണ് എന്നാണ് അച്ഛൻ പറയുന്നത്. ആ അച്ഛന് ഒരു പരാതിയുമില്ല എന്നുള്ളതാണ്. ഒരു അച്ഛന് മാത്രമേ അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് മാത്രമേ സ്വന്തം മക്കളോട് ഇത്തരം കാര്യങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും തിരിച്ച് മക്കളുടെ അടുത്തേക്ക് പോകാനൊക്കെ അച്ഛനമ്മമാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭാര്യയെ കൂടി കല്യാണം കഴിക്കാം,
ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാർ കൂടി വാങ്ങാം, അതൊക്കെ നിങ്ങളുടെ സൗകര്യം. പക്ഷേ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പൈസ കൊടുത്താൽ കിട്ടുന്നതോ അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി വാങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല. ആ അച്ഛൻ്റെ വാക്കുകളിൽ നിങ്ങളോടുള്ള സ്നേഹം എത്രയുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത് ഈ വീഡിയോ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. ആ സമയത്ത് നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം, ഈ അച്ഛനെ ആയിരുന്നല്ലോ ദൈവമേ ഞാൻ തല്ലിയതേ എന്ന് ആ മകനും അതുപോലെ തന്നെ ആ മരുമകൾക്കും ഒരു വീണ്ടും വിചാരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം അത്രയ്ക്കും നല്ല ഒരു അച്ഛനായിട്ട് എനിക്ക് തോന്നുകയാണ്. ഏകദേശം 66 വയസ്സുള്ള ഒരു വയോധികനായ അച്ഛനാണ്. ഏകദേശം 30-40 വയസ്സുള്ള ഒരു മകനാണ് ഈ അച്ഛനെ തല്ലുന്നത്. താങ്ങാനുള്ള കെൽപ്പൊന്നും ആ ശരീരത്തിന് ഇല്ലതാനും. തീർച്ചയായിട്ടും അച്ഛൻ കള്ളു കുടിച്ചാണ് വന്നത് എന്നൊക്കെ സമീപവാസികളിൽ നിന്നും വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാണോ അതിനുള്ള മാർഗം? നിങ്ങളുടെ അച്ഛനെ തിരുത്താനുള്ള എല്ലാ ബാധ്യതയും അർഹതയും എല്ലാം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയല്ല അത് തിരുത്തപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നല്ല ഒരു മെസ്സേജ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുകയില്ല. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ രീതിയിൽ ഇത്തരം ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രായമായവരെ ഒറ്റപ്പെടുത്തുന്നതും ഇന്ന് നമ്മൾ സാർവത്രികമായി കണ്ടുവരികയാണ്. അത്തരം നിങ്ങൾക്ക് പോറ്റാൻ തീരെ കഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലത്തെ ഒരുപാട് ഈ വയോധികരെ സംരക്ഷിക്കുന്ന അഗതി മന്ദിരങ്ങളും എല്ലാം ഇപ്പോൾ സാർവത്രികമായിട്ട് എല്ലാ നാട്ടിലുമുണ്ട്. അവിടെയെങ്കിലും കൊണ്ടുവച്ചാക്കിയിട്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ വീട്ടിലെ മൃഗങ്ങളെ തല്ലുന്നത് പോലെ ഇങ്ങനെ മനുഷ്യനെ തല്ലി കൊതക്കെടുത്തരുത് എന്നും ഒരിക്കലെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളോട് പുറത്തു തന്നു. തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ കേരളത്തിൽ ഒരാൾക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.